പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ പല ആളുകൾ എന്നെ പല പേരുകൾ വിളിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. നമ്മുടെ പൃഥ്വിരാജ് അണ്ണൻ ലാലേട്ടനെ വെച്ച് മൂന്നാമതായിട്ട് ചെയ്ത ഇന്റർനാഷണൽ ലെവൽ തെലുങ്ക് മാസ് ക്ലൈമാക്സ് ഉള്ള ഒരു പടമാണ് എമ്പുരാൻ. പടം തുടങ്ങുന്നത് തന്നെ കേരളത്തിലെ ഈ ബാറ്റ്മാൻ എന്നറിയപ്പെടുന്ന വൺ ആൻഡ് ഓൺലി ഗോവർദ്ധൻ അണ്ണന്റെ നൈറ്റ് റീസർച്ചിനെ കാണിച്ചുകൊണ്ടാണ്. ഈ ബാറ്റ്മാൻ വിജിലാന്റിസത്തിന് കുടപിടിക്കാനുള്ള റോബിൻ അല്ല ഞാൻ. പുള്ളിക്കാരന്റെ മെയിൻ പണി എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഖുറേഷിയെ പറ്റി റീസർച്ച് ചെയ്യുന്നതാണ്. എത്രയും പെട്ടെന്ന് I'll find something. എന്തെങ്കിലും അറിഞ്ഞാൽ ഉടനെ അപ്പം തന്നെ ഞാൻ കാർത്തികിനെ വിളിച്ച് പറയും. യു വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു നോ. അപ്പോഴാണ് എവിടെന്നോ സ്റ്റേജിൽ കയറി വന്ന സുരാജ് അണ്ണൻ മൈക്കിൽ കൂടെ എന്തോ വലിയ കാര്യമായിട്ട് വിളിച്ചു പറയും. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. ഇത് കേട്ടോണ്ടിരിക്കുന്ന മിസ് കേരള ഇന്ദിരാഗാന്ധി ഇൻട്രൊഡ്യൂസ് ഇൻ ദ കേരള ഇന്ദിരാഗാന്ധി. പടത്തിൽ വെറുതെ വന്ന് വെറുതെ എന്തോ ഡയലോഗ് പറഞ്ഞ് വെറുതെ കൈ വിലങ്ങ് കിട്ടുകൊണ്ട് മാസായിട്ട് സ്ലോ മോഷനിൽ പോകുന്ന വെറും ഒരു കേരള ഇന്ദിരാഗാന്ധി. ഇത് എന്ത് ന്യൂസ് എന്ന് അറിയാൻ വേണ്ടി നേരെ കേരള CM രാഹുൽ ഗാന്ധിയെ പോയി കണ്ടു. ഇൻട്രൊഡ്യൂസ് ഇൻ ദ കേരള രാഹുൽ ഗാന്ധി. ഒരു പണിയുമില്ലാതെ ചുമ്മാ സ്റ്റേജിൽ വന്ന് കൊണയ്ക്കുന്ന ആൾ. ബാക്ക് ടു ദ കൊണച്ച സ്റ്റോറി. അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി എന്താണ് ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് ഇന്ദിരാഗാന്ധി കട്ടീസ് പറയും. അടുത്ത ദിവസം രാഹുൽ ഗാന്ധി നേരെ സ്റ്റേജിൽ കയറി ഒരു കാര്യമില്ലാതെ പറയും ജതിൻ രാംദാസ് IUF വിടുന്നു. പകരം രാഹുൽ ഗാന്ധിയുടെ ദോസ്ത് ബാബയെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഇൻട്രൊഡ്യൂസ് ഇൻ ദ ബാബ. ഓവർ ബിൽഡപ്പും കൊടുത്തിട്ട് കേരളത്തിലേക്ക് എന്തോ വലുത് കാണിക്കാൻ വേണ്ടി മാസമായിട്ട് ഹെലികോപ്റ്ററിൽ വന്നിട്ട് വെറുതെ 3 വെടിയും വാങ്ങി പടമാവും. അങ്ങനെ രാഹുൽ ഗാന്ധി ബാബയായിട്ട് കൊളാബ് ചെയ്ത് ഒരു പാർട്ടി ഉണ്ടാക്കും. അപ്പോഴാണ് സിനികിൽ വെച്ച് വെറുതെ റോഡിൽ കൂടെ പോയി കണ്ടെയ്നറിനെ നമ്മുടെ ഖുറേഷിന്റെ ടീംസ് ചേർന്ന് ഫയർ ചെയ്യും. അത് 3 ഹെലികോപ്റ്റർ വെച്ച് 2 കണ്ടെയ്നറിനെ അങ്ങ് നശിപ്പിച്ച് കളയും. അത് കഴിഞ്ഞ് ഹെലികോപ്റ്ററിൽ നിന്ന് മാസായിട്ട് നമ്മുടെ ഖുറേഷി അണ്ണൻ സ്ലോ മോഷനിൽ നടന്നു വരും. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങിത്തെ ചോളീൻ. എന്നിട്ട് ഫ്രാൻസിലുള്ള ഏതോ ഒരു പൊട്ടനെ വിളിച്ചിട്ട് പറയും ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. ഇത് നെയ്യാറ്റിൻകര ഗോപന്. അങ്ങനെ നമ്മുടെ ബാറ്റ്മാൻ ഗോവർദ്ധന് ഖുറേഷിയെ കാണണമെന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് ചാടും. എന്നാൽ ഖുറേഷിയെ കാണണമെങ്കിൽ റിയൽ ലൈഫ് ആയിക്കോട്ടെ ആന്റണി പെരുമ്പാവൂരിനെ പോയി കാണും. അങ്ങനെ ബാറ്റ്മാൻ ഗോവർദ്ധൻ നേരെ ആന്റണി അണ്ണനെ പോയി കാണും. എന്നാൽ ആന്റണി അണ്ണൻ ഡോക്ടറിന്റെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കും. ഗോവർദ്ധൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഹാർട്ട് കണ്ടീഷൻസ്, BP, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ, അങ്ങനെ എന്തെങ്കിലും? അത് കഴിഞ്ഞ് ഒരു ഇഞ്ചക്ഷനും കൊടുത്ത് പാക്ക് ചെയ്ത് നാട് കടത്തി നേരെ ഖുറേഷിയുടെ അടുത്ത് എത്തിക്കും. ഇതെന്താടാ ബിസിനസ്? ഇൻട്രൊഡ്യൂസിംഗ് ഖുറേഷി അബ്രഹാം. സ്ലോ മോഷനിലിട്ട് ഹെലികോപ്റ്ററിൽ താമസിക്കുന്ന ഒരാൾ. ബാറ്റ്മാൻ ഗോവർദ്ധൻ കണ്ണു തുറന്നതും ഖുറേഷി പറയും, ഒരിക്കൽ നിങ്ങൾ പോലും അറിയാതെ ഞാൻ നിങ്ങളെ ഉപയോഗിച്ചിരുന്നു. ഇന്ന് നിങ്ങളുടെ അറിവോട് കൂടി തന്നെ മറ്റാരൊക്കെയോ നിങ്ങളെ ഉപയോഗിക്കുന്നു. Who are you really? ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. അങ്ങനെ ഈ മാസ് ഡയലോഗ് അടിച്ചിട്ട് ഖുറേഷി വീണ്ടും സ്ലോ മോഷനൊക്കെ ഇട്ട് ഹെലികോപ്റ്ററിൽ കയറി പോകും. എനിക്ക് തോന്നുന്നു ഖുറേഷി നാട്ടിൽ വാണ്ടഡ് ക്രിമിനൽ ആയതുകൊണ്ട് ഹെലികോപ്റ്ററിലേക്ക് വീട് മാറ്റിയെന്ന് തോന്നുന്നു. എപ്പോ നോക്കിയാലും ഹെലികോപ്റ്ററിൽ തന്നെയാണ് ആള് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ബാബുമോനെ തട്ടാൻ വേണ്ടി ഖുറേഷി ശിഷ്യനെയും കൊണ്ട് കേരളത്തിലെത്തും. എന്നിട്ട് ആദ്യമേ നമ്മുടെ കേരള രാഹുൽ ഗാന്ധിയെ പോയി പൊക്കും. എന്നിട്ട് ബാബുമോനെ വിളിച്ചിട്ട് പറയും ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. എന്നിട്ട് നേരിട്ട് വന്നാൽ നെയ്യാറ്റിൻകര പാൽപ്പായസം തരാമെന്ന് പറഞ്ഞ് ബാബുമോനെ വിളിച്ചു വരുത്തിയിട്ട് ആ ഡോർ അങ്ങ് അടയ്ക്കും. പിന്നെ അങ്ങോട്ട് ജില്ലാ പടത്തിലെ ക്ലൈമാക്സ് ഫൈറ്റിന്റെ ഒരു സ്പൂഫ് വെർഷൻ അങ്ങ് കാണിച്ചു തരും. അതും ഇത്രയും പീക്കായിട്ടുള്ള ഖുറേഷി അണ്ണൻ ചീപ്പായിട്ടുള്ള ബംഗാളിമാരെ അടിച്ച് മാസ് കാണിക്കും. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങിത്തെ ചോളീൻ. വേഗം വേദനകൾ മാറും കേട്ടോളീൻ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങിത്തെ ചോളീൻ. വേഗം വേദനകൾ മാറും കേട്ടോളീൻ. എന്നിട്ട് ബാബുമോനെ പാൽപ്പായസം പോലും കൊടുക്കാതെ വെടിവെച്ചു കൊല്ലും. അതോടെ പടം തീർന്നു. ഡിക്ലൈമർ: ഈ പടത്തിന് 3ാമതായിട്ട് ഒരു അപരാധം കൂടെയുണ്ട്. സോ കൈൻഡ്ലി പ്ലീസ് വെയിറ്റ് ഫോർ ദാറ്റ് അപരാധം.